Hello friends and welcome back to Little English Literature videos. നിങ്ങളിപ്പോൾ എല്ലാവരും കാണുന്നത് ഫ്രേസൽ വേർബ് സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ ഇ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ടീച്ചർ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് ആൻഡ് എ വീഡിയോ വിത്ത് ഫ്രേസൽ വേർബ്സ്. അപ്പോൾ നമുക്കിന്ന് ഫ്രേസൽ വേർബ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് ഈസ് ഓഫ്. എന്താണ് ഈസ് ഓഫ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്? ഈസ് ഓഫ് എന്ന് വെച്ചാൽ ടു ഗ്രാജുവലി സ്റ്റോപ്പ് ഓർ എന്തെങ്കിലും കുറഞ്ഞു വരിക, ടു ബിക്കം ലെസ് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ ഫ്രണ്ട്സ്. എന്തെങ്കിലും ഒന്ന് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരിക. ഇപ്പോൾ ഈസ് ഓഫ് നല്ല ടഫായിട്ടുള്ള വല്ല കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഐ എം ലീവിങ് സൂൺ ബട്ട് ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ട്രാഫിക് ടു ഈസ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഹൗ ടു യൂസ് ദിസ് ഫ്രേസൽ വേർബ് ഇൻ എ സെൻറ്റൻസ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫ്രേസൽ വേർബ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക? ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഓർ ഐ വിൽ ലീവ് സൂൺ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ട്രാഫിക് ടു ഈസ് ഓഫ്. ഇപ്പോൾ ഭയങ്കര ഹെവി ട്രാഫിക് ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഒന്ന് വണ്ടിയിലോ നടന്നു പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. when the traffic is very thick and crowded and when there's a traffic jam. അങ്ങനെ വളരെ ട്രാഫിക് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ട്രാഫിക്കിൻ്റെ ഇടയിൽ ഒന്ന് നടന്നു പോകാനും ബുദ്ധിമുട്ടായിട്ടാണ് ഈസ് ഓഫ്, ഒന്ന് ലൈറ്റായിട്ട് ഈസ് ഓഫ് ആവട്ടെ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഐ ഹോപ്പ് യു നൗ ഗോട്ട് ഇറ്റ്. ടു ഈസ് ഓഫ്. This phrasal verb can be used in 3 tense forms. Okay, now which are the 3 tense forms? Eases, eased off and easing off. ഇപ്പോൾ ഒരു പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ഈസസ് ഓഫ്, ഈസ്ഡ് ഓഫ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഈസിങ് ഓഫ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ആണ് കേട്ടോ ഫ്രണ്ട്സ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇതാണ് 3 tense forms of ഈസ് ഓഫ് എന്നുള്ള the phrasal verb. Okay, now let's look at the second phrasal verb that we're going to study today. It is ease out. Now what is the meaning of the phrasal verb ease out? Ease out means to make someone leave their job or position. അവരുടെ ജോലിയോ ഓർ അവരുടെ സ്ഥാനത്ത് നിന്ന് പോവുക എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഈസ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബിനുള്ളത്. ഒന്ന് മാറിപ്പോവുക, അവരുള്ള സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അല്ലേ? Now I'll teach you how to use it in a sentence. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും കുറച്ചും കൂടിയും സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ മിസ്റ്റർ തോമസ് വാസ് ഈസ്ഡ് ഔട്ട് ഓഫ് ഹിസ് ജോബ് ആഫ്റ്റർ എ ലോങ് ക്യാമ്പയിൻ ബൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇപ്പോൾ മിസ്റ്റർ തോമസ് എന്നുള്ള പേരുള്ള വ്യക്തി വാസ് ഈസ്ഡ് ഔട്ട് ഓഫ് ഹിസ് ജോബ്, അയാളെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് മാറ്റി. വാസ് ഈസ്ഡ് ഔട്ട് ഓഫ് ഹിസ് ജോബ് ആഫ്റ്റർ എ ലോങ് ക്യാമ്പയിൻ ബൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇപ്പോൾ ഒരു ടീച്ചർ, ആസ് എ ടീച്ചർ ഹി വാസ് നോട്ട് ഡൂയിങ് വെൽ. അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ചെയ്യേ അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്ത കാരണം ഈ മിസ്റ്റർ തോമസ് എന്നുള്ള ടീച്ചറിനെ ജോലിയിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ സ്ഥാനത്തുനിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വേർബ് ഈസ് ഔട്ട്? യെസ്. Now let's look at the third phrasal verb. ഇതൊരു വളരെ സിമ്പിളായ ഫ്രേസൽ വേർബാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇറ്റ് മീൻസ് ടു ഈറ്റ് എവേ. കഴിക്കുക. ഈറ്റ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? കഴിക്കുക. ഇനി ഈറ്റ് എവേ. Now what do you mean by this phrasal verb eat away? It means to gradually destroy something by continuously damaging it. അതിനെങ്ങനെ നിരന്തരം അതിങ്ങനെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ദ്രോഹിച്ചിട്ടോ ഡാമേജ് ചെയ്തിട്ടോ അതിനെങ്ങനെ ഇല്ലാണ്ടാക്കാം. ടു ഈറ്റ് അവേ, വെറുതെ തിന്നുക, അത് മാറ്റുക എന്ന് മാത്രമല്ല, അതിനെ ഏതെങ്കിലും ഒരു സാധനത്തിനെ അത് ഇല്ലാണ്ടാവുക എന്നാണ്. എന്തെങ്കിലും ഒരു ഇറ്റ് കുഡ് ബി ഒരു സോളിഡായ ഒരു വസ്തുവാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഒരു സോളിഡായ എന്തെങ്കിലും ഒരു വസ്തു അത് ഗ്രാജുവലി ഇല്ലാണ്ടാവും. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. അപ്പോൾ ടീച്ചർ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും കേട്ടോ ഫ്രണ്ട്സ്. ദ ഹൗസ് വാസ് ബിൽറ്റ് ഓൺ ലാൻഡ്
which the sea is slowly eating away. ഇപ്പം എന്താണെന്ന് ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാം കേട്ടോ കൂട്ടുകാരെ, ഫ്രണ്ട്സ്. ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ദ ഹൗസ്, ഒരു വീട്, ഒരു ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിലം, ഒരു ഭൂമി. എങ്ങനത്തെ ഭൂമിയിലായിരുന്നു പണിതുണ്ടായിരുന്ന ആ വീട്? സീ, അതായത് കടലിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, ഒരു ബീച്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏരിയയുടെ അടുത്തായിരുന്നു ഈ ഒരു വീട് പണിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുക, ആ കടൽ ഇങ്ങനെ പതുക്കെ 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 ആ ഭൂമി ഇങ്ങനെ ഈറ്റ് അവേ ചെയ്തുകൊണ്ടേയിരുന്നു. ഗ്രാജുവലി അതിങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ മനസ്സിലായിണ്ടാവും അല്ലേ എങ്ങനെയാണ് ഹൗ ടു യൂസ് ദിസ് ഫ്രേസൽ വെർബ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? യെസ്. ടു ഈറ്റ് അവേ മീൻസ് ടു ഗ്രാജുവലി ഡാമേജ് അവേ വാട്ട് ഈസ് ഓൾറെഡി ദർ. അങ്ങനെയുള്ള ഒരു സാധനം എങ്ങനെയാണ് ഡാമേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ ഈ ഈറ്റ് എ എന്നുള്ളൊരു ഫ്രേസൽ വെർബ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 3 tense forms. വിച്ച് ആർ ദേ? present tense eats, present continuous eating away, പിന്നെ third phrasal verb past tense ate away, ate, അതായത് കഴിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു phrasal verb ആണ് കേട്ടോ അത് ഫ്രണ്ട്സ്. So these are the 3 tense forms of the phrasal verb eat away. Okay, hope you got it. Any the next phrasal verb is നമ്മൾ പഠിക്കാൻ പോണതാണ് eat out. ഇപ്പൊ നേരത്തെ പഠിച്ച ഫ്രേസൽ വേർബ് പോലെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഈ ഫ്രേസൽ വേർബ്. ഈറ്റ് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് ഫ്രണ്ട്സ് അതിന്റെ മീനിങ്? ടു ഈറ്റ് എ മീൽ. ഇപ്പോൾ ഒരു പുറത്തുള്ളൊരു റെസ്റ്റോറൻറ്റ്, ഇടയ്ക്ക് നമ്മളൊരു ചേഞ്ചിന് എല്ലാവരും ഫാമിലീസ് ആയിട്ട് കൂടി എന്താണ് ചെയ്യുക, നമ്മളൊരു റെസ്റ്റോറൻറ്റോ എവിടെയെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും അല്ലേ? ഈ ഒരു പുറത്തേക്ക് പോണ ആ ഒരു കാര്യത്തിന് നമ്മൾ ഈറ്റ് ഔട്ട് എന്നാണ് പറയുക ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു, ഒരുപാട് നിങ്ങളെ സ്പോക്കൺ ഇംഗ്ലീഷിനും സഹായിക്കും. ദാറ്റ്സ് വൈ വി ഷുഡ് യൂസ് ഫ്രേസൽ വേർബ്സ് ഇൻ എ കറക്റ്റ് വേ. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് ഫ്രണ്ട്സ്? ഈ ചാനൽ ലിറ്റ്വിൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. ദിസ് ഇസ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു. ഓക്കെ, ഇനി ഈറ്റ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബ് എന്താണ്? ടു ഈറ്റ് എ മീൽ ഇൻ എ സ്മോൾ റെസ്റ്റോറൻറ്റ് ഓർ എ ഹോട്ടൽ ഫോർ ഡിന്നർ, അങ്ങനെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആനിവേഴ്സറി എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോയി യു ഹാവ് യുവർ ഡിന്നർ ഓർ ലഞ്ച് ഫ്രം എ റെസ്റ്റോറൻറ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് ഈറ്റ് ഔട്ട്. ഓക്കെ, I'll teach you how to use it in a sentence. I ate out with my family on my birthday occasion. Okay, on the occasion of my birthday, I ate out with my family at a hotel nearby. Okay, so I hope you understood how to use this phrasal verb. അതായത് എൻ്റെ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. എയ്റ്റ് ഔട്ട്, കഴിച്ചു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സിനെ നമുക്ക് 3 ടെൻസസിൽ പഠിക്കാം. ഈറ്റ് ഔട്ട് എന്തൊക്കെയാണത്? എയ്റ്റ് ഔട്ട്, പാസ്റ്റ് ടെൻസ്, ഈറ്റ്സ് ഔട്ട്, പ്രസന്റ് ടെൻസ്, ഈറ്റിംഗ് ഔട്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. കറക്റ്റ്, ഈസി അല്ലേ? ഈറ്റിംഗ് ഔട്ട്, എയ്റ്റ് ഔട്ട്, ഈറ്റ് ഔട്ട്, ഈറ്റ്സ് ഔട്ട്. ഇനി ഇത് വളരെ ഈസിയാണ് അല്ലേ? ഇനി നമുക്കൊരു 1 more ഫ്രേസൽ വേർബും കൂടി പഠിക്കാം. എന്താണത്? ദാറ്റ് ഈസ് ഇനി അതാണ് ദ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് എബ് അവേ. എന്താണ് ഈ എബ് അവേ? നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഈ ഫ്രേസൽ വേർബ് ഫ്രണ്ട്സ്? ദി സ്പെല്ലിംഗ് ഇസ് EBB, ഡബിൾ B ആണ് കേട്ടോ. EBB, away, എബ് അവേ. എന്താണ് ഈ ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്ന് അറിയോ ഫ്രണ്ട്സ്? ഇറ്റ് മീൻസ് ടു ഡിസപ്പിയർ, ഗ്രാജുവലി ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. ഇനി എന്താണ് അതിന്റെ യൂസേജ്? എന്താണ് അതിന്റെ സെന്റൻസ്? ഇപ്പോൾ മീനിങ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അത് ഇങ്ങോട്ട് ഇല്ലാണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ സെന്റൻസ് പറഞ്ഞുതരാം. ഇൻ ദ ഹോട്ട് സൺ our strength ebbed away.
അതായത് നല്ല പൊരിഞ്ഞ വെയിലത്ത്, നല്ല സൂര്യൻ, നല്ല വളരെ വെയിലുള്ള സമയത്ത്, സണ്ണിങ്ങനെ ഭയങ്കര ഹോട്ടാണല്ലോ. ആൻഡ് വെൻ ഇറ്റ് ഈസ് സോ ഹോട്ട്, എസ്പെഷ്യലി സമ്മർ ടൈമിലൊക്കെ ഉച്ച നേരത്തൊക്കെ ഇറ്റ് ഈസ് വെരി ഹോട്ട്, റൈറ്റ് ഫ്രണ്ട്സ്? അങ്ങനെ ഉച്ച നേരത്തൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്ട്രെങ്ത് പോയി തുടങ്ങി. ഞാൻ എൻ്റെ ശക്തിയൊക്കെ ഇല്ലാണ്ടായി. ദാറ്റ് ഈസ് ഹൗ മൈ സ്ട്രെങ്ത് ebbed away. Ebbed away is how you use this phrasal verb. It means മനസ്സിലായോ ഫ്രണ്ട്സ്? അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം, അതായത് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഹെൽത്തൊക്കെ പതുക്കെ അങ്ങോട്ട് ഡിസപ്പിയർ ചെയ്യുക. എന്തെങ്കിലും ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ടു ഡിസപ്പിയർ gradually. Okay, I hope you got it. Now this phrasal verb ebb away can also be used in the three tense forms, which is ebbs away, the present tense, ebbing away, the present continuous tense, the ing, and ebbed away, which is the past tense. അതായത് ebb, with ebb you add ed, ebbs, ebbing, and ebbed away. Okay, so I hope you got it, friends, and it's so easy to learn phrasal verbs with Litwin English literature videos. And the next phrasal verb what you're going to study is edge out. ഓക്കെ, എന്താണ് ഈ എഡ്ജ് ഔട്ട് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, എഡ്ജ് ഔട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടു കോസ് സം വൺ ഓർ സംതിങ് ടു ഗ്രാജുവലി ലൂസ് നമ്മളുടെ ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ഗ്രാജുവലായിട്ട് അവരുടെ സ്ഥാനങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാവുക. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഓക്യുപ്പൈ ചെയ്തിരുന്ന ഒരു പൊസിഷൻ ആയിരിക്കും, ആൻഡ് അത് വേറൊരു എന്തിനെങ്കിലും കൊണ്ട് അത് റീപ്ലേസ് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. എഡ്ജ് ഔട്ട് ചെയ്യുക, ഒരു സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തിയോ ഒരു സാധനത്തിനെ അങ്ങോട്ട് പുറന്തള്ളക്കപ്പെടുക. മനസ്സിലായോ ഫ്രണ്ട്സ്? എഡ്ജ് ഔട്ട്, അതാണ് ഈ മീനിങ് ഓഫ് ദിസ് ഫ്രേസൽ വേർഡ്. Now I'll teach you how it is used in a sentence. Okay, to edge out. To edge out. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോറിൻ കാർസ് മാനുഫാക്ചറേഴ്സ് ആർ എഡ്ജിങ് ഡൊമസ്റ്റിക് കമ്പനീസ് ഔട്ട് ഓഫ്. ഒരു എക്സാമ്പിളാണ്, ഫോറിൻ കാർസ് ആർ എഡ്ജിങ് ഔട്ട് ദ കമ്പനീസ് ഓഫ് ഡൊമസ്റ്റിക് കാർ മാനുഫാക്ചറേഴ്സ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലായത് ഫ്രണ്ട്സ്? എഡ്ജ് ഔട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ഇപ്പോൾ ഫോറിൻ കാർ കമ്പനീസ് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ ഫോറിൻ കാർസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലക്ഷറി കാർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബെൻസ്, BMW, റോൾസ് റോയ്സ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഫോറിൻ ലക്ഷറി കാർ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഫോറിൻ ലക്ഷറി കാർ ബ്രാൻഡ്സ് വരുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആയ നമ്മുടെ നാടിൻ്റെ തന്നെ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കാർസൊക്കെ പുറന്തള്ളപ്പെടാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ദിസ് വേർഡ് എഡ്ജ് ഔട്ട് ഇസ് യൂസ്ഡ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ദിസ് phrasal verb edge out is used, right? Now this the same phrasal verb, അപ്പോൾ മനസ്സിലായി അല്ലേ? ടു അറിയാം, വെരി ഗുഡ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ phrasal verb edge out എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് the three tense forms of this word? It is edges, which is the present tense, edging, the present continuous tense, ing, and edged out. എഡ്ജ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ED ആണ് കേട്ടോ, EDGED ദ സ്പെല്ലിംഗ്. എഡ്ജ്ഡ് ഔട്ട് അതാണ് ഒരു എക്സാമ്പിൾ, വിച്ച് ഇസ് ദ പാസ്റ്റ് ടെൻസ്. എഡ്ജസ്, എഡ്ജിങ് നമ്മൾ കൂടി പറയാം, ആൻഡ് എഡ്ജ്ഡ് ഔട്ട്. സോ ദീസ് ആർ ദ ത്രീ ടെൻസ് ഫോംസ് ഓഫ് ദി ഫ്രേസൽ വേർബ് എഡ്ജ് ഔട്ട്. ഇനി ദ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് ടു എഡിറ്റ് ഔട്ട്. ഇതാണ് അതിൻ്റെ മീനിങ്. ഇതാണ് ഫ്രേസൽ വേർബാണ് ടു എഡിറ്റ്. എന്താണ് ഈ ഫ്രേസൽ വേർബിൻ്റെ മീനിങ്? ടു എഡിറ്റ് ഔട്ട് എന്ന് വെച്ചാൽ, എഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടു റിമൂവ്, എന്തെങ്കിലും ഒരു സാധനം എഡിറ്റ് ചെയ്യുക, മാറ്റുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, അല്ലേ? എന്തെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പറോ അല്ലെങ്കിൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ പലരും പല എഡിറ്റിങ്ങും ചെയ്യും അല്ലേ? എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യുക, അതിനെ മാറ്റുക എന്നുള്ളതിനെയാണ് നമ്മൾ എഡിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇറ്റ്സ് വെരി ഈസി. ദിസ് ഇസ് ഹൗ ദ ഫ്രേസൽ വെർബ് എഡിറ്റ് ഔട്ട് ഇസ് യൂസ്ഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ എഡിറ്റ് ഔട്ട്, ഹൗ ടു യൂസ് ദിസ് ഇൻ എ സെൻറ്റൻസ്? I'll teach you. Yes.
ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലെറ്റേഴ്സും റിപ്പോർട്ട്സും ഒക്കെ എഴുതുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല എല്ലാവർക്കും. സോ ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്, 2 paragraphs had been edited out from my report. ഓക്കെ, ഇപ്പം എന്താണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2 paragraphs, ഒരു സ്റ്റുഡൻറ്റ് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതിയപ്പോൾ 2 paragraphs had been edited out from my report. ഓക്കെ, കുട്ടിയുടെ സ്റ്റുഡൻറ്റിൻ്റെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ടിൽ നിന്ന് 2 paragraphs ഓൾറെഡി എഡിറ്റ് ഔട്ട് ചെയ്യേണ്ടി വന്നു. സോ ഐ ഹോപ്പ് യു നൗ അണ്ടർസ്റ്റുഡ് ഹൗ ടു യൂസ് ദിസ് ഫ്രേസൽ verb edit out. Now, ഈ phrasal verb edit out can be used in the 3 tense forms. ഏതൊക്കെയാണ് അത് ഫ്രണ്ട്സ്? Edits out, present tense, then you add an s to the word edit, and edits it when there is a past tense, and the ing format which is editing, അല്ലേ, the present continuous format. അപ്പോൾ അങ്ങനെയാണ് edits, edited and editing. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന the phrasal verbs with e. So I hope you all like my video and continue supporting me by subscribing to English literature videos, and goodbye.